ഹായ് ഓൾ, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. മൈസെൽഫ് പ്രജിൻ. +2 ബിസിനസ് സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണെന്നും കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡയറക്റ്റിംഗ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് refers to the process of instructing, guiding, counseling and leading people in an organization to achieve objectives. സ്ഥാപന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി തൊഴിലാളികൾക്ക് എന്ത് കൊടുക്കുക? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, കൗൺസിലിംഗ്, അവരെ ഉപദേശിക്കുക, മുന്നോട്ട് നയിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റിംഗ്. അപ്പൊ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, കൗൺസിലിംഗ് നയിക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, അവരെ മുന്നോട്ട് നയിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റിംഗ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കാറുള്ളത് വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? ഈ 4 എലമെന്റ്സുകൾ വളരെ വൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ് ഈ ചാപ്റ്ററിൽ. അപ്പൊ ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 4 പോയിന്റ്. ഫസ്റ്റ് വൺ, സൂപ്പർവിഷൻ. സെക്കൻഡ് വൺ, മോട്ടിവേഷൻ. തേർഡ്, ലീഡർഷിപ്പ്. ഫോർത്ത്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സിനെ പ്രധാനമായിട്ടും 4 കാണിക്കുന്നു: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഈ 4 എലമെന്റ് വളരെ വൈഡ് ആയിട്ട് ചർച്ച ചെയ്യാണ് ഈ ചാപ്റ്ററിൽ. ഇനി എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൂപ്പർവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 4 എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിൽ ഫസ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ? സൂപ്പർവിഷൻ സിംപ്ലി മീൻസ് ഓവർസീയിങ് ദി സബോർഡിനേറ്റ്സ് വർക്ക്. തൊഴിലാളി ചെയ്യുന്ന ജോലിയെ നോക്കി കാണുക, അല്ലെ? അവന് ജോലി അസൈൻ ചെയ്ത് കൊടുത്താൽ പ്ലാൻ അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്. സൂപ്പർവൈസർ എന്ന് കേട്ടിട്ടില്ലേ, അല്ലെ? അപ്പൊ എന്താ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ? ഏറ്റവും സിമ്പിൾ ആയിട്ട് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർവിഷൻ സിംപ്ലി മീൻസ് ഓവർസീയിങ് ദി സബോർഡിനേറ്റ് അറ്റ് വർക്ക്. ഓവർസീയിങ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ജോലി എന്ത് ചെയ്യുക? പരിശോധിക്കുക, അല്ലെ? ഓവർസീയിങ് ചെയ്യുക, അല്ലെ? അപ്പൊ സബോർഡിനേറ്റ്സിന്റെ വർക്കിനെ ഓവർസീയിങ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് സൂപ്പർവിഷൻ. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ദി ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സബോർഡിനേറ്റ്സ് പെർഫോമൻസ് ഓഫ് ദെയർ ടാസ്ക്. അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി ചെയ്യുന്ന ജോലിയെ നോക്കി നടത്തുക, നോക്കി കാണുക, അല്ലെ? പ്ലാൻ അനുസരിച്ചാണ് അവൻ ജോലി ചെയ്യുന്നു എന്നൊക്കെ ഉറപ്പുവരുത്തുക. അതിന് വിളിക്കുന്ന പേരാണ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് എലമെന്റ്സ്, ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സ് ആണ് മോട്ടിവേഷൻ, പ്രചോദനം, പ്രചോദിപ്പിക്കുക, അല്ലെ? തൊഴിലാളി സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിലെ മാനേജർ ചില മോട്ടിവേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? മോട്ടിവേഷൻ സിംപ്ലി മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസയേർഡ് ഗോൾസ്. സ്ഥാപനം ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി തൊഴിലാളിയെ സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, പ്രചോദിപ്പിക്കുക. സ്ഥാപന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി തൊഴിലാളി വളരെ സിൻസിയർ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തൊഴിലാളിയെ ഇൻസ്പയർ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ. മറ്റു രൂപത്തിൽ പറഞ്ഞാൽ മോട്ടിവേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സ്റ്റിമുലേറ്റിംഗ്, ഇൻസ്പയറിംഗ്, ഇൻഡ്യൂസിംഗ് ദി എംപ്ലോയീസ് ടു പെർഫോം ടു ദെയർ ബെസ്റ്റ് കപ്പാസിറ്റി. നെക്സ്റ്റ് പോയിന്റ്, ലീഡർഷിപ്പ്. ലീഡർഷിപ്പിന്റെ മലയാളം നേതൃത്വം. എന്താ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ? Leadership is the activity of a manager to induce subordinates to work with confidence and zeal. വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട്, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ജോലി ചെയ്യിപ്പിച്ചെടുക്കുക. ആരെ കൊണ്ട്? തൊഴിലാളി കൊണ്ട്. അതിനുള്ള മാനേജർക്കുള്ള എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ സിമ്പിൾ ആയിട്ട് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ലീഡർഷിപ്പ് ഈസ് ദി എബിലിറ്റി ഓഫ് എ മാനേജർ. മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ്, മാനേജറുടെ കഴിവാണ് എന്തിന്? ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ്സ് ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ. സീൽ എന്ന് പറഞ്ഞാൽ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടി തൊഴിലാളിയെ ജോലി എടുപ്പിക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ. എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ആശയവിനിമയം, അല്ലെ? 2 അതിലധികമോ വ്യക്തികൾ അവരുടെ ആശയങ്ങള്, അനുഭവങ്ങള്, അറിവുകള്, ധാരണകള്, വികാരങ്ങള് എന്നിവ പരസ്പരം പങ്കുവെക്കുന്നതിന് വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? ഞാൻ
ഒറ്റയ്ക്ക് നിങ്ങളോട് സംസാരിക്കുന്നു, ഒരു ക്ലാസ് റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഭ്രാന്താണെന്ന് പറയും. നേരെ മറിച്ച് 2 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെ. അപ്പൊ 2 അതിലധികമോ വ്യക്തികൾ അവരുടെ ആശയങ്ങള്, അനുഭവങ്ങള്, അറിവുകള്, വികാരങ്ങള് ഒക്കെ പരസ്പരം പങ്കുവയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. The word communication is derived from the Latin word communis, which means common. നമുക്ക് നോക്കാം, മീനിങ് നോക്കാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ. The word communication is derived from the Latin word communis, which means common. ഇനി എന്താ മീനിങ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിക്കേഷൻ is an exchange of facts, ideas, opinions, ഇമോഷൻസ് by 2 or more person. 2 അതിലധികമോ വ്യക്തികൾ അവരുടെ ആശയങ്ങള്, അനുഭവങ്ങള്, അറിവുകള് എന്നിവ പരസ്പരം പങ്കുവയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്സ്, ideas, opinions or emotions by 2 or more persons. ഓക്കെ, ഈ മീനിങ് ഇത് ഈ 4 ഹെഡ് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിൽ ഈ 4 ഹെഡ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഇതിൽ ഓരോ കണ്ടന്റുമാണ് പഠിക്കാനുള്ളത്. അപ്പൊ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് എപ്പോഴും എക്സ്പ്ലെയിൻ ദി എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 4 പോയിന്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ ഏതൊക്കെയാണ് ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞത്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ആശയവിനിമയ പ്രക്രിയ. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഗ്രാഫ് രൂപത്തിൽ, ഒരു ചിത്രീകരണ രൂപത്തിൽ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് പോയിന്റ് സെന്റർ. നെക്സ്റ്റ് മെസ്സേജ്, സെന്റർ മെസ്സേജ്. നെക്സ്റ്റ് പോയിന്റ് മീഡിയ. നെക്സ്റ്റ് എൻകോഡിംഗ്. നെക്സ്റ്റ് ഡീകോഡിംഗ്. നെക്സ്റ്റ് റിസീവർ. നെക്സ്റ്റ് ഫീഡ്ബാക്ക്, നോയ്സ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഓർഡറിൽ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഒരു ഗ്രാഫ് രൂപത്തിൽ പഠിക്കുക, അത് കൂടാതെ തന്നെ അത് ഓർഡർ ആക്കിയിട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് വണ് സെന്റർ, ഫസ്റ്റ് സെന്റർ. നെക്സ്റ്റ് മെസ്സേജ്, സെന്റർ മെസ്സേജ്. എൻകോഡിംഗ്. നെക്സ്റ്റ് മീഡിയ ഓർ ചാനൽ, മറ്റൊരു പേര് ചാനൽ. നെക്സ്റ്റ് ഡീകോഡിംഗ്. നെക്സ്റ്റ് റിസീവർ. നെക്സ്റ്റ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് നോയ്സ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എത്ര പോയിന്റ് ഉള്ളത്? 8 പോയിന്റ്. ഏതൊക്കെയാണ്? സെന്റർ, മെസ്സേജ്, എൻകോഡിംഗ്, മീഡിയ ഓർ ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ്. ഇനി എന്താണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ സെന്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പഠിക്കാനുള്ളത് 8 പോയിന്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സെന്റർ. ആരാണ് സെന്റർ എന്ന് പറഞ്ഞാൽ? സന്ദേശം ആരാണോ നൽകുന്നത് അവരെ വിളിക്കുന്ന പേരാണ് സെന്റർ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തു തരികയാണ് അല്ലെ. അപ്പൊ സന്ദേശം നൽകുന്ന ആൾ ആരാണ്? ഞാനാണ്. എന്നെ വിളിക്കുന്ന പേരാണ് സെന്റർ. നിങ്ങളെ വിളിക്കുന്ന പേരപ്പം എന്തായിരിക്കും? റിസീവർ ആയിരിക്കും. ഓക്കെ, അപ്പൊ സന്ദേശം ആരാണോ നൽകുന്നത് അവരെ വിളിക്കുന്ന പേരാണ് സെന്റർ. നോക്കൂ, അപ്പോ സെന്റർ ഈസ് എ പേഴ്സൺ ഹു കൺവേസ് എ മെസ്സേജ് ഓർ ഐഡിയ ടു അനദർ പേഴ്സൺ കോൾഡ് എ റിസീവർ. അപ്പൊ ആശയവിനിമയത്തിലെ ആദ്യ പോയിന്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ആദ്യ പോയിന്റ് ആണ് സെന്റർ എന്ന് പറഞ്ഞാൽ. സെന്റർ എന്ന് പറഞ്ഞാൽ ആരാ? സന്ദേശം ആരാണോ നൽകുന്നത്. ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് ഞാനാണ്, ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാനാണ് നിങ്ങൾക്ക് സന്ദേശം നൽകുന്നത്. ഇന്നെ വിളിക്കുന്ന പേര് സെന്റർ, നിങ്ങൾക്കാണ് ഞാൻ നൽകുന്നത്. നിങ്ങളെ വിളിക്കുന്ന പേര് റിസീവർ. ഓക്കെ, അടുത്തത് മെസ്സേജ്. എന്താ മെസ്സേജ് എന്ന് പറഞ്ഞാൽ? മെസ്സേജ് ആശയവിനിമയത്തിലെ വിഷയമാണ് മെസ്സേജ്. മെസ്സേജ് എന്ന് പറയുന്നത് സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ് മെസ്സേജ്. അല്ലെ, ആശയവിനിമയം നടത്തുമ്പോൾ അല്ലെ സബ്ജക്റ്റ് ആണ് ഏത്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന ടോപ്പിക്കും കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന ടോപ്പിക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ മെസ്സേജ് അല്ലെ. ആശയവിനിമയം നമ്മൾ നടത്തുമ്പോൾ അതിലെ സബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് മെസ്സേജ്. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിയെ സംബന്ധിച്ച്, ഫുട്ബോൾ കളിയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ അവിടുത്തെ മെസ്സേജ് എന്താ? ഫുട്ബോൾ കളിയാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇറ്റ് ഈസ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മേ ബി ഇൻ ദി ഫോം ഓഫ് ഫാക്ട്സ്, ഇൻഫോർമേഷൻ, ഐഡിയാസ്, ഒപ്പീനിയൻസ്, സജഷൻസ് ഇന്റൻഡഡ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. ഈ മെസ്സേജ് എന്തൊക്കെയായിരിക്കും? വസ്തുതകളാവാം, ഇൻഫോർമേഷൻ വിവരങ്ങളാവാം, ഐഡിയാസ് ആശയങ്ങളാവാം, ഒപ്പീനിയൻസ് അഭിപ്രായങ്ങളാവാം, സജഷൻസ് നിർദ്ദേശങ്ങളാവാം. അപ്പൊ എന്താണ് മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയവിനിമയത്തിലെ വിഷയമാണ് മെസ്സേജ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എൻകോഡിംഗ്. എന്താ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ? സന്ദേശത്തെ
വാക്കുകൾ, ചിത്രങ്ങൾ, ആംഗ്യങ്ങൾ എന്നീ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് മെസ്സേജ്. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മറ്റൊരാളോട് പറയാനുണ്ട് അല്ലേ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, മെസ്സേജ് അല്ലേ എന്ത് ചെയ്യുക, അത് ഒരു ചിത്ര രൂപത്തിൽ പറയേ, അല്ലെങ്കിൽ വാക്കുകളിലൂടെ നേരിട്ടിട്ട് പറയേ, അല്ലെങ്കിൽ എന്താണ് ആംഗ്യ രൂപത്തിൽ അവതരിപ്പിക്കുകയോ ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് എൻകോഡിങ്. അപ്പം എൻകോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സന്ദേശത്തെ വാക്കുകൾ, ചിത്രങ്ങൾ, ആംഗ്യങ്ങൾ എന്നീ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എൻകോഡിങ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദി മെസ്സേജ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസ് സച്ച് ആസ് വേർഡ് ആവാം, പിക്ചേഴ്സ് ആവാം, ജെസ്റ്റേഴ്സ് ആവാം. ഓക്കെ, നെക്സ്റ്റ് മീഡിയ. എന്താ മീഡിയ ഓർ ചാനൽ എന്ന് പറഞ്ഞാൽ സന്ദേശം എന്നിൽ നിന്ന്, ഉദാഹരണമായിട്ട് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് എത്തിക്കാനുള്ള മാർഗത്തെ വിളിക്കുന്ന പേരാണ് മീഡിയ. സന്ദേശം സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് മീഡിയ. എങ്ങനെയൊക്കെ എത്തിക്കാം, ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിച്ച് എത്തിക്കാം, ഫോൺ വഴി എത്തിക്കാം, ഇന്റർനെറ്റിലൂടെ എത്തിക്കാം. അപ്പൊ സന്ദേശം സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് എത്തിക്കാനുള്ള മാർഗത്തെ വിളിക്കുന്ന പേരാണ് മീഡിയ. ഇറ്റ് ഈസ് ദി മീഡിയം ഓർ പാത്ത് ത്രൂ വിച്ച് ക്യാൻ ബി എൻകോഡഡ് മെസ്സേജ് ഈസ് ട്രാൻസ്ഫർ ടു റിസീവർ. റിസീവറിലേക്ക് സന്ദേശം എത്തിക്കാനുള്ള മാർഗം. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സന്ദേശത്തെ ഏറ്റവും സിമ്പിളായിട്ട് സാധാരണ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡീകോഡിംഗ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എൻകോഡഡ് സിമ്പിൾസ് ഓഫ് ദി സെൻഡർ. ഓക്കെ, നെക്സ്റ്റ് റിസീവർ. ആരാ റിസീവർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സന്ദേശം ആരാണോ സ്വീകരിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് റിസീവർ അല്ലേ. അപ്പം ഞാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നു, നിങ്ങളാണ് റിസീവർ, എന്നെ വിളിക്കുന്ന പേര് സെൻഡർ അല്ലേ. അപ്പോൾ ദ പേഴ്സൺ ഹു റിസീവ് ദി മെസ്സേജ് ഓഫ് ദി സെൻഡർ ഈസ് കോൾഡ് റിസീവർ. നെക്സ്റ്റ് ഫീഡ്ബാക്ക്. എന്താ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പ്രതികരണം. ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന റിപ്ലൈ ആണ് ഫീഡ്ബാക്ക് അല്ലേ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ആൻസർ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ സെൻഡർ അല്ലേ, സെൻഡർ റിസീവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ റിസീവർ സെൻഡർക്ക് നൽകുന്ന റിപ്ലൈ ആണ് ഫീഡ്ബാക്ക്. ഓക്കെ ആണോ. നെക്സ്റ്റ് നോയ്സ്. എന്താ ശബ്ദം എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന വിവിധ തടസ്സങ്ങളെ വിളിക്കുന്ന പേരാണ് നോയ്സ്. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് സം ഒബ്സ്ട്രക്ഷൻസ് ഓർ ഹിൻഡ്രൻസ് ടു കമ്മ്യൂണിക്കേഷൻ അല്ലേ. റേഞ്ച് പോവുക, എന്താണ് ശബ്ദം കേൾക്കാത്ത അവസ്ഥ വരിക, ഇതൊക്കെയാണ് നോയ്സ്. അപ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന വിവിധ തടസ്സങ്ങളെ വിളിക്കുന്ന പേരാണ് നോയ്സ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ 8 പോയിന്റ് നന്നായിട്ട് പഠിക്കുക. അതേപോലെ ഗ്രാഫ് പഠിക്കുക, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗിലെ 4 പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.